ഹലോ, അപ്പം നമുക്ക് ബട്ടർ ഗാർലിക് ചിക്കൻ റോസ്റ്റ് വിത്ത് വെജിറ്റബിൾസിൻ്റെ റെസിപ്പി കണ്ടാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് ബേബി കോൺ, പൊട്ടാറ്റോ, കോളിഫ്ലവർ, സുക്കീനി, മഷ്റൂം, ടൊമാറ്റോസ് ഒക്കെ എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു സൈസിന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ചിക്കൻ്റെ സൈസ് നോക്കുക, അതിനനുസരിച്ച് ബട്ടറൊക്കെ എടുക്കുക. അതിനുശേഷം അല്പം പെപ്രിക്ക പൗഡർ, പിന്നെ ഒറിഗാനോ, തൈം, പിങ്ക് സോൾട്ട്, പെപ്പർ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനിൽ ഉപയോഗിക്കാനുള്ള മാരിനേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചിക്കനിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഫുള്ളും നന്നായിട്ട് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ ചിക്കൻ തന്നെ എടുക്കണം കേട്ടോ, നമ്മൾ ഗ്രില്ല് ചെയ്യല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു സോസും കൂടെ ഉണ്ടാക്കിയെടുക്കണം, വേറൊരു മാരിനേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം അതിൽ ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിക്കാം, സോയാ സോസ്, പെപ്പർ, ലൈം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് വെജിറ്റബിൾസിനും ചിക്കനും വേണ്ടിയിട്ടുള്ളതും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള എമൗണ്ട് എടുക്കുക, പിന്നെ ആവശ്യത്തിന് ലൈമും കൂടെ ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു ലൈം കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിനുള്ളിൽ വെച്ച് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് പിങ്ക് സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വെജിറ്റബിൾസ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കന് ഉപയോഗിച്ച കുറച്ച് ബട്ടറിൻ്റെ ആ ഒരു മാരിനേറ്റ് ഇല്ലേ, അത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മാരിനേറ്റില്ലേ, സോയ സോസിൻ്റെ, അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെജിറ്റബിൾസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിപ്പം ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത് എയർ ഫ്രയറിലാണ്. അപ്പം നമുക്ക് ഓവൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ചിക്കൻ അതിലേക്ക് വയ്ക്കാം. പിന്നെ നമ്മുടെ സോസ് ബാക്കിയുണ്ടെങ്കിൽ, നമ്മുടെ മാരിനേറ്റ് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് വെജിറ്റബിൾസിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ വെജിറ്റബിൾസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാം വെച്ച് കൊടുക്കുക. നമുക്കിനി എയർ ഫ്രയറിലേക്ക് നമ്മുടെ സംഭവം വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരമണിക്കൂറോളാണ് ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കുന്നത്, ഒരു 190 ഡിഗ്രിയിൽ. അപ്പോൾ ലൈക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുക, വെജിറ്റബിൾസ് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കരിഞ്ഞു പോവും. അപ്പം ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും മറിച്ചിടുക. അങ്ങനെ 2-3 വട്ടം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വരും. നന്നായിട്ട് കുക്കാവുകയും ചെയ്യും കേട്ടോ. കുക്കിങ്ങിലൊന്നും യാതൊരു പ്രശ്നവും വരില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ. അതിൻ്റെ വെജിറ്റബിൾസും അതിനെക്കാട്ടിയും ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു സോസ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോയാ സോസിൻ്റെ ആ ഒരു ഗ്രേവി പോലില്ലേ, അത് നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.